അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ രുക്മിണിയിലാണ്. അപ്പൊ എന്താണോ, രുക്മിണി ഒരു റീജൻസിയാണ്, ഹോട്ടലാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ചെണ്ട ആശാനായിട്ടുള്ള ഗുരുവായൂർ ജയപ്രകാശ് ആശാന്റെ അച്ഛന്റെ, അതായത് ഗോപി വെളിച്ചപ്പാട് അനുസ്മരണ ചടങ്ങാണ് ഇന്ന്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. കുറെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരൊക്കെ, അതെ അതെ, ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എന്തായാലും ആ പ്രോഗ്രാമിലേക്ക് പോയാലോ. അപ്പൊ ഞാനിന്ന് ഇട്ടിട്ടുള്ളത് ഒരു പുതിയ ഔട്ട്ഫിറ്റ്. ഈ ചെക്ക് ഭയങ്കര ട്രെൻഡ് ചെയ്ത ഒരു സമയത്ത്, ട്രെൻഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാനത് പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെയാണ് സംഭവം ഉള്ളത്. ഇവിടെ പുരുഷക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ചെല്ലല്ലേ. ചുമ്പല്ലൂർ മോഹൻലാലിനാണ് ഒരുപാട് സിനിമകളിലൊക്കെ, മോഹൻലാലിന്റെ സിനിമയൊക്കെ കാണാൻ നമുക്ക്, ഒപ്പം സിനിമയിലൊക്കെ. അപ്പൊ നമ്മുടെ കോട്ടക്കൽ മധുസാറ് താഴെ എത്തിയിട്ടുണ്ട് അല്ലെ, ഇപ്പൊ ഇവിടേക്ക് എത്തുന്ന പറഞ്ഞ മോളോട് ഞാൻ താഴെ കണ്ടു. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ബേഗ് എടുക്കട്ടെ, വണ്ടിയിലാണ് ബേഗ്, അതെടുത്തിട്ട് അതെ വന്നോണ്ടിരിക്കപ്പോ അദ്ദേഹത്തിന് പാട്ടൊക്കെ ഉണ്ടാവും. ഒത്തിരി സ്ഥലം കേൾക്കാനുണ്ട്. കഥകളിപ്പദം അടിച്ചു നോക്കി കുട്ടിലും പാട്ട്, അതൊക്കെ അജിതാഹരൊക്കെ എല്ലാം അടിപൊളിയാ. വാസവാസൊക്കെ ഇനി കുറെ ആൾക്കാർ എത്താനുണ്ട്. ഓരോരുത്തരെ വന്നോണ്ടിരിക്കും. പിന്നെ താഴെ നോക്കിയപ്പോ വണ്ടി പാർക്കിംഗ് ഫുള്ളായിരുന്നു. വണ്ടി എടുത്ത് നോക്കിയപ്പോ ബ്ലോക്ക് ചെയ്തിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ അത് സൺഡേ കൂടിയാണ് കേട്ടോ. അത് പ്രത്യേകം പറ. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ മധുസാറ് എത്തിയിട്ടുണ്ട്. കോട്ടക്കൽ മധുസാറും അതുപോലെ ജയപ്രകാശ് ആശാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആശാനായിട്ട്, അപ്പോൾ നമ്മുടെ ആശാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ മധുസാറ്. അതുപോലെ തന്നെ നെടുമ്പുള്ളി റാംമോഹൻ അദ്ദേഹം വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ പരിപാടി ശരിക്കും അടിപൊളിയാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി അടിപൊളിയാവും. നമുക്ക് എന്തായാലും പാട്ടൊന്നും കേട്ടോ, പാട്ടുണ്ടെന്തായാലും വയ്യ. നമ്മുടെ തൊട്ടിപ്പുറത്ത് കല്ലൂർ രാമൻകുട്ടി ആശാനാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് എല്ലാവർക്കും അറിയാം. നമ്മള് വീഡിയോ തുടക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. വലിയൊരു വേദി തന്നെയാണ് സത്യം പറഞ്ഞത്.
അഭിമാനകരമായ 25ാം വർഷത്തിൻ്റെ രജത ജൂബിലിയുടെ നിറസമൃദ്ധിയിലാണ്. ഒരുപക്ഷെ സംഗീത ലോകത്ത് ഇന്ന് വേറിട്ട തൻ്റെ ശൈലികമായ ഒരുപക്ഷെ ആ നിരയിൽ പ്രഥമസ്ഥാനീയനായി ഒട്ടനവധി വേദികൾ തൻ്റേതാക്കി മാറ്റിയ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിച്ച മേളപദമാണ് വ്യത്യസ്തമായി നമ്മളൊക്കെ ഒരുപക്ഷെ ആസ്വാദകർ ആവോളം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന് നമ്മുടെ ഈ വേളയുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് സ്നേഹോപകാരം സമർപ്പിക്കുന്നുണ്ട്. പ്രിയങ്കരായ നമ്മുടെ അവാർഡ് ജേതാക്കളും ഇന്ന് ഈ വേദി ധന്യമാക്കുകയും ചെയ്യുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ട്. കല്ലൂർ രാമകുട്ടിമാര വാദ്യലോകത്തെ തുലപതി സദാ തതുല്യമായി വാദ്യരംഗത്ത് ലോക നിലവിൽ സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ കോട്ടയ്ക്കൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കോട്ടയ്ക്കൽ രവി എന്ന ഇവിടെ അനുഗ്രഹീതമായ വിസ്മയം നടത്തിയ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. അതുപോലെ വീണ വിദ്വാൻ എന്ന ആ വലിയ നാദവിസ്മൃതിയും നമ്മയൊക്കെ തൊഴിലിരിപ്പിക്കുന്ന അനന്തപുരത്തിനാവുന്ന അവരോട് കൂടി നമ്മുടെ സ്നേഹോപകാരങ്ങൾ ഈ ദേശത്തിന് സമർപ്പിക്കും. ഏറ്റവും സംഘത്തോടെ അവരെ ഈ വേളയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കോട്ടയിൽ മധു എന്ന വലിയ അനുഗ്രഹീത കലാകാരൻ നമ്മുടെ സ്നേഹോപകാര സമാപനമാണ്. വേദിയുടെ വേളയിൽ ഏറ്റവും ശ്രേഷ്ഠത വാദ്യകലയുടെ പ്രഥമ തമ്പുരാൻ കല്ലൂർ രാമകുട്ടിമാരാണ് കർണാടക യാത്രികരുടെ സ്നേഹം പകരുന്നത്. നേരത്തെ ലോക നിലവിൽ കഥകളി സംഗീതവും അനുബന്ധ സംഗീതവുമായി വിരചിക്കുന്ന മറ്റൊരു കല്ലൂർ കോട്ടയ്ക്കൽ നെടുമുള്ളിൽ രാമോഹൻ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വനാണ് അടുത്ത വ്യവഹാരം. തതുല്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം. ഒട്ടനവധി ജോലികൾ കൃഷ്ണമാക്കുന്ന കലാകാരനാണ്. കലാമണ്ഡലം മാർഗി കൃഷ്ണദാസ് ഒരു പുരസ്കാര ലബ്ധിയിലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നമ്പൂതിരി സഭയുടെ വലിയ പുരസ്കാരം നേടിയ ആഹ്ലാദത്തിലാണ്. അപ്പോൾ ഒരു മെഡലും അതോടൊപ്പം നമ്മൾ സ്നേഹം പങ്കുവെച്ച് നൽകുന്നുണ്ട്. രണ്ടും ഈ വിശിഷ്ട വ്യക്തിത്വം നൽകി. നാരായണൻ സ്മാരക പുരസ്കാര ലബ്ധിയിലാണ് അദ്ദേഹം. കോട്ടയ്ക്കൽ പ്രസാദ് നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ നമ്മുടെ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹം. കോട്ടയ്ക്കൽ രീതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെങ്കച്ചൻ 4-7 സംഖ്യ അവാർഡ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നേരത്തെ വിശേഷത്തിന് 5 കൂടിയാണ്. ഈ നിലയിൽ നമുക്കൊക്കെ ഉദ്ദേശനാണ്. എന്നും നമ്മുടെ സ്ഥിരം പങ്കാളി കൂടിയാണ്. അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭ്യ ഒരു സ്നേഹം കൂടി നമ്മുടെ മെഡൽ നൽകി ഈ വേളയിൽ അദ്ദേഹത്തെ സ്നേഹം പറയുകയാണ്. അവനൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ അബ്ദുസലാം വരദരാജ് മറ്റൊരു അനുഗ്രഹീത കലാകാരനാണ്. ഭരതരാജ് സദനം ഭരതരാജ്
ഭരതരചനാണ്. ഗുരുവായൂർ ഹരിപ്രസാദ്, ദേവകൃഷ്ണനാട്ടം കലാകാരനാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ വേദി എന്നീ വാക്കുകൾ കൃത്യമാണ്. നമുക്കൊക്കെ പ്രിയങ്കരനായ തിരുവനന്തപുരം ഗുരുവായൂർ ഒരുപക്ഷെ ബഹുമുഖ പ്രതിഭയായി ഈ വെള്ളയുമായൊക്കെ ഇതിനു മുമ്പ് നമ്മുടെ കുടുംബാംഗമായി നമ്മൾ പങ്കുചേരുന്നത് കൃത്യമാണ്. ഗണപതി പാലയ ദേവ ഗൗരീ തനയ പാലയ പാലയ ഗണപതി പാലയ ദേവ ഗൗരീ തനയ പാലയ പാലയ ഗണപതി കലവാണി സരസ്വതി കരുണയോടടിയൽവേ കളവാണി സരസ്വതി കരുണയോടടിയൽവേ കരളി വന്നുദിക്കുവാൻ പ്രണയിക്കുന്നു കളവാണി സരസ്വതി കരുണയോടടിയൽ കരളി വന്നുദിക്കുവാൻ പ്രണയിക്കുന്നു ഗണപതി പാലയ ദേവ ശശിമുഖി സർവേശ്വരി ശരണം നിൻ പാദപത്മം ശശിമുഖി സർവേശ്വരി ശരണം നിൻ പാദപത്മം ശക്തികൾ നൽകൂ ദേവി ശ്രീശൈല സുന്ദരിയേ ശശിമുഖി സർവേശ്വരി ശരണം നിൻ പാദപത്മം. കലാകാരനാണ്. സ്നേഹം അല്ലേ നമുക്കറിയാവുന്ന പോലെ കല്ലൂർ അദ്ദേഹവും പുരസ്കാര ജേതാവാണ്. കല്ലൂർ രാമമൂർത്തി നഗർ. അദ്ദേഹം വാദ്യകലയിലെ 2 ശ്രേണികളാണ് രാമകൃഷ്ണൻ അവരുടെ സ്നേഹം പകരുകയാണ്. നമുക്ക് ദീപോജനം നടത്തി നമ്മുടെ ഈ വേളയ്ക്ക് അത് ഞാൻ തുടക്കം കുറിക്കാം. പാനയോഗം എന്ന സംഘടനയുടെ 25ാം നിറവിൻ്റെ ആ ശ്രേഷ്ഠമായ ചടങ്ങ് എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും ആ വേളയിലേക്ക് ദീപോജനത്തിലേക്കായി സ്നേഹപൂർവ്വം നമുക്കറിയാം എല്ലാ പുരസ്കാര ജേതാക്കളും ഒന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കല്ലൂർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ദേവദാസ് ഗുരുവായൂർ, ദേവു പെരുമാവ്, കലാലയം എം കെ നാരായണൻ വിവിധ തലങ്ങളിൽ തങ്ങളുടെ കലകളുടെ മികവുറ്റ പ്രതിഭകളാണ് ഈ വേളയുമായി പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യുവജനത്തിന് നമുക്കറിയാം ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമായ ഒരുപക്ഷെ അനുഗ്രഹാശികൾ ആവോളം ഭക്തരിൽ കളവില്ലാതെ പകർന്നു നൽകുന്ന ശ്രേഷ്ഠ
നമുക്കൊക്കെ ഒരുപക്ഷെ എല്ലാമായ ദിനേശൻ ദിനേശൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ഒരുപക്ഷെ ഈ വേളയുടെ മുഖ്യ സാരഥികളായ നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വത്തെ ജനകീയമാക്കി ജനപക്ഷമാക്കുന്ന സാരഥി ശ്രീ എ വി ഗോവിന്ദൻ ദേവസ്വത്തിൽ ചേർന്ന അതുപോലെ തന്നെ വീണയിലൂടെ മലയാളികളുടെ മനസ്സിൽ ആവണം പകർന്നു നൽകിയ അനന്തപുരത്തിനാണ് ക്രമസമാധാന പാലനത്തോടൊപ്പം തന്നെ നമുക്കൊക്കെ പ്രിയങ്കരമായി ഒരുപക്ഷെ സാഹിത്യകാരനായി നമ്മോടൊപ്പം വിരമിക്കുന്ന ഒരുപക്ഷെ കർമ്മനിരതമായ പ്രവർത്തനമാണ് തന്നെ ഊന്നൽ നൽകുന്നത് ശ്രീ സുരേന്ദ്രൻ മങ്ങണ്ടെന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരുടെയും നിറവിലോട് നമ്മൾ 25-ാം വർഷം പ്രമാണിച്ച് നമ്മൾ സ്നേഹം പകരുന്നുണ്ട്. അത് വേദിയുടെ വലത്ത് ഭാഗത്ത് അവർക്കായി പ്രത്യേകം ഇവിടെ ഇരിക്കാൻ സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ചതാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ പുരസ്കാരങ്ങളിലൊക്കെ ഇവിടെ അവർക്ക് മറ്റു പല സുഹൃത്തുക്കൾ അവർക്ക് 25 പേർക്ക് വലത്ത് ഭാഗത്തിരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് സ്നേഹപ്രവർത്തനം. വാദ്യകലയുടെ തമ്പുരാനായ ഒരുപക്ഷെ ഇന്ന് അവസാന വാക്കായി നമ്മളൊക്കെ കരുതി പോരുന്ന ശ്രീ കല്ലൂർ രാമൻകുട്ടിമാര വാദ്യകുലമതി ഗോപി ഒളിച്ചപ്പാടെന്ന സർവസ്വമായ നമ്മുടെ മനുഷ്യ അദ്ദേഹത്തിൻ്റെ സ്മാരക പുരസ്കാരം ലോകകലയിൽ നമ്മുടെ വാദ്യത്തിൻ്റെ സംഘം നടക്കുന്ന കലാമണ്ഡലം മുൻ കലാമണ്ഡലത്തിൻ്റെ മുൻ സാരഥിയായിരുന്നു. നേരത്തെ പറഞ്ഞ ഗുരുവായൂരിൻ്റെ ജനകീയ ജനപക്ഷ അഷ്ടപതി ഗായകൻ ജോയിദാസ് ഗുരുവായൂർ അരനൂറ്റാണ്ടിലേറെ കാലമായി തൻ്റെ വാദ്യസപതിയുമായി നിരവധി വേദികൾ തൻ്റേതാക്കിയ കല്ലൂർ ശങ്കരൻ നമുക്കൊക്കെ അറിയാം. കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ പിതാവ്. അതിലുപരിയായി ഞങ്ങളുടെയൊക്കെ മാർഗവും മാതൃകയുമായിരുന്നു കല്ലൂർ ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ സ്മാരക പുരസ്കാരം. അതോടൊപ്പം തന്നെ അകമ്പടി രാധാകൃഷ്ണൻ നായർ എന്ന പൊതുപ്രവർത്തകരെ മതവിദ്വാൻ കലാനിലയം കെ നാരായണൻ ഇന്ന് ഗുരുവായൂരിൽ ഏറ്റവും ജനപക്ഷ ജനകീയ കലാകാരനാണ് മക്കള. അവരൊക്കെ വേദിയിലേക്ക് സ്നേഹം. അബ്ജവാസരമണി ഗോവിന്ദമാദ്യമോ ആദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ ഗണാദാദ്യ മുനീന്ദ്ര ദുർഗ
ചാപി മൃദം ഗശൈല നിലയ ശ്രീ പോർക്കലി ഇഷ്ടദാത ഭക്ത്യാ നിത്യമുപാസ്മയേ സപദിന കുർവന്ധ്വനി മംഗളം. പാനയോഗത്തിന്റെ അഭ്യുദയകാംക്ഷികളെ, പാനയോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തകര്, ഭാരവാഹികള്, സഹോദരി സഹോദരന്മാർ, വളരെ വൈകിയ വേളയിൽ സ്വാഗത പ്രസംഗം വലിയതായി നീട്ടണം എന്നെനിക്ക് ആഗ്രഹമില്ല. കാരണം എല്ലാവരും തിരക്കുള്ളവരാണ്, നമ്മളെ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും തിരക്കിനെ മാനിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗം വളരെ ഹ്രസ്വമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഗ്രാമത്തിന്റെ വെളിച്ചപ്പാടിനെ 25 കൊല്ലം സ്മരിക്കുക എന്നത് ഒരുപക്ഷെ ഒരു ചരിത്ര സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു ഗ്രാമത്തിന്റെ ഭഗവതിയുടെ പ്രതിരൂപമായ കോമരത്തിനെ 25 കൊല്ലം സ്മരിക്കാൻ കഴിയുക എന്നത് ഒരുപക്ഷെ ആർക്കും അവിശ്വസനീയമായി തോന്നാം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നത് തീർച്ചയായും ഒരു സംഭാവന പോലും സ്വീകരിക്കാതെ ഇത്തരം സാഘോഷം 25 കൊല്ലവും നടത്താൻ ഞങ്ങളെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ പുത്രകളത്രാദികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ കാരുണ്യം കൊണ്ടും അവരാണ് ഇതിന്റെ ചാലകശക്തി. സത്യത്തിൽ ഞങ്ങളൊക്കെ ഇത് നയിക്കപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളെ സഹായിക്കുന്നതും ഞങ്ങളോട് സഹകരിക്കുന്നതും അവരുടെ മക്കളാണ്. അവരോട് പാനയോഗത്തിന് എന്നും നന്ദിയുണ്ട്. ഈ പാനയോഗത്തിന്റെ 25ാം വാർഷികവും ഈ സ്മൃതി ദിനവും ഇങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് അവരുടെ മക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. 1 രൂപ പോലും ആരോടും സംഭാവന വാങ്ങാതെ അവരുടെ മാത്രം സഹകരണത്തോടെ ാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു കോമരത്തിൽ ഒരു ക്ഷേത്രത്തിലെ പാന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹ ആശീസ്സുകൾ ഇതിനോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ വൈകിയ വേളയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ചുരുക്കുകയാണ്. സ്വാഗതത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ അറിയാം, നമുക്ക് ബഹുമാന്യ വ്യക്തിത്വമായ നമ്മുടെ പ്രിയങ്കരനായ വീണവാദകനും മറ്റേ ലോകപ്രശസ്തനായ അനന്തപത്മനാഭൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഇതിന്റെ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ഗോവിന്ദ്, ചെയർമാൻ ശ്രീ ഗോപിനാഥ് അവരുടെ, ബ്രഹ്മശ്രീ ശ്രീ ജനാഫ് അംബുലിപ്പാൾ അവരുടെ, ദിനേശൻ അംബുലിപ്പാൾ അവരുടെ, ശ്രീ
സുരേന്ദ്രന്മാരുടെ മറ്റൊരു വേദിയിൽ ആദരണീയരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാനയോഗത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു കോമരത്തിന് 25 കൊല്ലമായി സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു അപൂർവ സംഭവമാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ സാഹിത്യത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രതിഭകൾക്ക് വേണ്ട ഊർജവും കരുത്തും പകർന്ന് അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയായി മാറപ്പെടുകയാണ്. ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങളുണ്ട്. എന്തായാലും ആ പ്രൗഢശ്രേഷ്ഠമായ സമാഹരണ സദസ്സിൽ 25ാം പിറന്നാളിൻ്റെ നിറവിൽ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന സദസ്സ്, സമാധാന സദസ്സ്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ നാൾക്കകം ഗുരുവായൂരപ്പൻ്റെ ദാസനായ ഒരു പക്ഷേ ഗുരുവായൂരപ്പനും ഗുരുവായൂരും കാണുന്ന വികാസത്തെക്കാൾ കൂടുതൽ വിപുലമായി ഇപ്പോൾ വെർച്വൽ ക്യൂ ഉൾപ്പെടെയുള്ള അനുദിന പ്രയാണത്തിൽ കരുത്തു പകർന്ന ജനപക്ഷ ജനകീയ ശാഖയെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ഗോപിനാഥ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഏറ്റവും കർമ്മനിരതനായ ആ സാരഥിയെ ഈ വേളയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ അധ്യക്ഷൻ, സദസ്സിനെ അന്യമാക്കി കേൾക്കാം. തിരുമേനിയും പ്രഗത്ഭ വ്യക്തികളായ ശ്രീ അനന്തപത്മനാഭൻ അവർക്കും പോലീസ് കമ്മീഷണർ ശ്രീ സുരേന്ദ്രൻ മണ്ണാൻ, മറ്റു പ്രിയപ്പെട്ട വ്യക്തികൾ, പുരസ്കാര ജേതാക്കൾ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശ്രീ ഗോപി മുനിസിപ്പാലിറ്റിയുടെ രജത ജൂബിലി ആഘോഷം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമുണ്ടായിരുന്നു. ഒരു നാടിൻ്റെ രക്ഷകനായി, ഒരു നാടിൻ്റെ മുഴുവൻ പ്രതിരൂപമായി ശ്രീ ഗോപി വെളിച്ചപ്പാട് ഒരു കാലഘട്ടത്തിൽ തിരുവേങ്കടം ഭാഗങ്ങളിൽ ഭക്തിയും പ്രഭാഷണവും സ്നേഹവും കൊണ്ട് ഈശ്വരതുല്യനായി മാറിയ ഒരു മഹാനാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയാം, ഒരുപക്ഷെ പാനയോഗത്തിന് കഴിഞ്ഞ 25 വർഷങ്ങളിൽ 1-2 വർഷം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമായി, ഗുരുവായൂരപ്പൻ്റെ സ്ഥാനീയനായി നമ്മുടെ ഈ കർമ്മം നിർവഹിച്ച അദ്ദേഹമാണ്. അദ്ദേഹം തന്നെയാണ് ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഉപകാര പുരസ്കാര വിതരണം നൽകുന്നത്. ആ പുരസ്കാര വിതരണം ഏറ്റുവാങ്ങുന്നവരെ അത് നൽകുന്നതിനുമായി എല്ലാ ശ്രേഷ്ഠ വ്യക്തികളും ഒരുമിച്ച് ഇവിടെ നിൽക്കണം, ഒരുമിച്ച് ഓരോരുത്തരായി വിളിക്കണം. നമുക്കറിയാം, ഗോപി വെളിച്ചപ്പാടെന്ന പ്രാണാതാവിൻ്റെ സ്മരണകളാവോളം നിറഞ്ഞു നിൽക്കുന്നു. ആ വലിയ വ്യക്തിത്വത്തെ സ്മരിച്ചു പോകാൻ ആ പ്രദേശത്തിന് കഴിയില്ലെന്ന അമരക്കാരൻ അദ്ദേഹത്തിൻ്റെ
സ്മാരക പുരസ്കാരമായി നൽകപ്പെടുന്ന ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരം 15,000 കായും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്ന പുരസ്കാരം ഇന്ന് വാദ്യകലയിൽ ലോക നിറവിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും മൂലസ്ഥാനീയനായി ആ ചിട്ടയായി ആ കലയുമായി ഏറ്റവും നിരവധി വേദികൾ പങ്കുചേർന്നുകൊണ്ട് ആഘോഷങ്ങൾ തിമിർത്തായിക്കൊണ്ട് വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരും ഹൃദയം നിറഞ്ഞ് നമ്മുടെ സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തിപത്രം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നൽകും. അടുത്തത് ഇടവന മുരളീധരൻ സ്മാരക പുരസ്കാരം. വളരെ ചെറുപ്പത്തിൽ തന്നെ അനുഷ്ഠാന കലകളും പാനപറ പോലുള്ള കലകളും വാദ്യകലകളും നിപുണനായി അക്കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ ഗോപി വെളിച്ചപ്പാടിൻ്റെ മകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള 11,000 കായും ബലകവും അടങ്ങുന്ന പുരസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക നിറവിൽ കലാമണ്ഡലം ഗോപിയും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെയൊക്കെ മനസ്സായി നിരവധി വേദികൾ സമ്പന്നമാക്കി കലാമണ്ഡലത്തിൻ്റെ സാരഥിയായി. ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞ മാതൃഭൂമി സപ്ലിമെൻ്റ് അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ടായി. മനം നിറഞ്ഞ് അകം നിറഞ്ഞ് അദ്ദേഹം എന്ത് വിചാരിക്കും അത് തൻ്റെ ചെണ്ടയിൽ സാഹിത്യമാക്കിയ കലാകാരനാണ് അദ്ദേഹം. അടുത്തത് ചെങ്കത്ത് ബാലനാഥ് സ്മാരകം. ചെങ്കത്ത് ബാലനാഥ് ഗോപി വെളിച്ചപ്പാടുമായി തദ്വിരുദ്ധമായ സ്ഥാനം വഹിച്ച പാനയുടെ നിഷ്ഠകളും ആചാരാനുഷ്ഠാനങ്ങളും അറിയുന്ന ഒരു വലിയ കലാകാരനായിരുന്നു. അത് നൽകപ്പെടുന്ന 10,000 രൂപയും ബലകവുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക നെറുകയിൽ തന്നെ അഷ്ടപതിയുടെ അമരസംഗീതത്തിൻ്റെ ധ്വനി മുഴക്കിയ തിരുവനന്തപുരത്തിൻ്റെ ഒരുപക്ഷെ പാനയോഗത്തിൻ്റെ ഇന്ന് അഷ്ടപതി എന്ന ജനകീയ കലയാക്കി ക്ഷേത്രകലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. ഇവിടെ തന്നെ നമുക്ക് മുമ്പ് ആ ഗീതം ആലപിച്ച് ജനമനസ്സുകളിൽ കുടിയേറിയിട്ടുള്ള ജനകീയ ഗായകർ യുവദാസ് ഗുരുവായൂർ നൽകുകയാണ്. അടുത്തത് കല്ലൂർ ശങ്കരൻ. നമുക്കറിയാം കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ കുടുംബാംഗങ്ങളൊക്കെ കലയുമായി ബന്ധം. കല്ലൂർ മാത്രമാണ് വേറിട്ട മാധ്യമപ്രവർത്തനം. അവരൊക്കെ ഒരു ബ്രദേഴ്സായി തന്നെ നമ്മളുമായി പാനയോഗമായി നിരന്തരമായി കുറേ കാലം പങ്കുചേർന്ന് പറ്റിയത് നമുക്ക് മാതൃകയും മാർഗവുമായി കല്ലൂർ ശങ്കരൻ നമുക്കുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്മാരക പുരസ്കാരം നൽകുന്നത് നമുക്കറിയാം. രഘു പൊന്നാമക്കെന്ന അനുഗ്രഹീത കലാകാരനാണ്. നിരവധി അരനൂറ്റാണ്ടോളമായി വാദ്യപരതയിലൂടെ തൻ്റെ പ്രയാണങ്ങൾ അനുശോചനം തുടരുന്ന വലിയ കലാകാരനാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അകമ്പടി രാധാകൃഷ്ണൻ പൊതുപ്രവർത്തന രംഗത്തെ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനായൊക്കെ കൂടുതൽ പ്രവർത്തന നിരയിൽ വേറിട്ട പ്രവൃത്തി നടത്തിയ പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ പാട്ടുബന്ധലിൽ തിരുവനന്തപുരം ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന കലകളിൽ നിപുണനായി ഗോപിയുടെ പവിത്രമായ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 5,000 രൂപയുടെ പ്രശസ്തിപത്രം നൽകുന്ന അവാർഡ്. കലാനിലയം MK നാരായണൻ മതള വിദ്വാനായി. നമുക്കൊക്കെ അറിയാം ഒരുപക്ഷെ ഈ നാട്ടിലെ കലയുടെ മുഴുവൻ ജനകീയ നമുക്ക് മറ്റൊരു അവാർഡ് കൂടി നൽകാനുണ്ട്. അവാർഡല്ല, ഒരു ഉപഹാരമാണ്. നമ്മുടെ പ്രിയങ്കരനായ ACP അദ്ദേഹം സ്ഥാനമേറ്റ ആദ്യ ചടങ്ങാണ് ഇത്. അദ്ദേഹത്തിനൊരു സ്നേഹോപകരം ഈ വേദിയുടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമായ ദിനേശൻ മന്ത്രിപ്പാട് നൽകുന്നുണ്ട് ഏറ്റവും സ്നേഹത്തോടെ. ഒരുപക്ഷെ അദ്ദേഹം ഷാനിയെ കർമ്മമണ്ഡലത്തിൽ നമ്മുടെ ക്രമസമാധാനത്തിന് ഭദ്രമാക്കുന്നതോടൊപ്പം തന്നെ മനസ്സ് ഒരു എഴുത്തുകാരനാണ്. നിരവധി ഈ വേദിയിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ എഴുത്ത് അതൊരു വലിയ നിപുണം. കാരണം പ്രയാണത്തിന് കരുത്താണ്. ഇനി നമുക്ക് ഈ പ്രതിഭാതര ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ കൂടി
ഈ വേദിയിൽ ആദരിക്കാം. കാരണം ഇവരുടെയൊക്കെ നെറുകയിൽ ഓരോരുത്തരായി വിളിക്കുമ്പോൾ അവർ വന്നാൽ അതിന് മുമ്പ് നമ്മുടെ കല്ലൂർ ഉണ്ണികൃഷ്ണന് ഒരു സ്നേഹം ഇത് കഴിഞ്ഞാൽ നൽകുന്നുണ്ട്. കാരണം ഇന്നലെ ആനവര മാതൃഭൂമി തന്നെ അദ്ദേഹത്തെ അനുഭവിച്ചത് അതുകൂടി നൽകപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ആദ്യം രശ്മി സ്വാമി അവർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം പ്രകൃതിക്ഷോഭവുമായി അവിടെ തിരുവനന്തപുരത്ത് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ബഹുമുഖ പ്രതിഭയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഓട്ടം തുള്ളൽ നൃത്തത്തിൽ ഇപ്പോൾ പുതിയ 5ഓളം നാടകങ്ങളിലൊക്കെയായി അതിനുശേഷം കഥകളിയിലുമായി നമുക്കറിയാം സീരിയലും സിനിമയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. എന്തുകൊണ്ടാണ് ബഹുമുഖ പ്രതിഭ എന്നുള്ളത് പറഞ്ഞത് എല്ലാ രംഗത്തും അവരുടെ മാതാവാണ് ലക്ഷ്മി സ്വാമി വാങ്ങുന്നത്. അടുത്തത് കൃഷ്ണദാസ് കുരിക്കർ. അത് ഏതിന് കൊടുക്കും? കൃഷ്ണദാസ് കുരിക്കർ നമുക്കറിയാം വല്ലപ്പെട്ട കളരി സംഘം അഖിലേന്ത്യാ തലത്തിൽ തന്നെ കളരിയുടെ ആ ധീരനാമം മുഴക്കിയിട്ടുള്ള അതിൻ്റെ സംസ്ഥാന ആ കളരി ഗുരുക്കന്മാരിലൊക്കെ അമരക്കാരനാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭയുടെ മകനാണ്. ഈ കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വലിയ സഹോദരനാണ് കൃഷ്ണദാസ് കുരിക്കർ. അദ്ദേഹത്തിൻ്റെ ക്ഷേമം നൽകുകയാണ്. മറ്റൊരാൾ ചെണ്ടൗദ്യം ഒരുപക്ഷെ താമരയുടെ അനീഷ് നമ്പീശൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഒട്ടനവധി വേദികളിൽ ആഘോഷങ്ങളിൽ അമൃതായി എന്താ സ്വരലയമായി താമരയുടെ അനീഷ് നമ്പീശൻ എന്ന ആ വലിയ വ്യക്തിത്വം നമുക്കറിയാം. നിരവധി പ്രതിഭാവിലാസം തെളിയിച്ചിട്ടുള്ള നിരവധി ആഘോഷം തൻ്റേതാക്കി മാറ്റിയിട്ടുള്ള പ്രതിഭ കൂടിയാണ്. കല്ലൂർ ബാബു വരുന്നു ചേരുന്നില്ല. കല്ലൂർ ഉണ്ണീഷൻ കല്ലൂർ ബാബു അത് അതിൻ്റെ അവസാനിപ്പിക്കട്ടെ. പേരകം അജിത്ത് നാഥുസുധരൻ എന്ന കലയുടെ അമരക്കാരനായി അവരുടെ സംഘടന എന്ന സംസ്ഥാന അധ്യക്ഷനാണ്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവിന് നമ്മൾ സ്നേഹം നൽകി ആദരിച്ചിരുന്നു. അത് അടുത്തത് പേരകം അജിത്ത് ആ അനുഗ്രഹീത കലാകാരൻ നിരവധി പ്രസ്ഥാനത്തിൻ്റെ പ്രയാണത്തിന് അമരക്കാരനോടൊപ്പം തന്നെ നാദസ്വര വാദനത്തിന് പുതിയ മാനം നൽകിയ വ്യക്തിത്വമാണ്. മറ്റൊരു കളമ്പാട്ട് ആചാര്യൻ അടുത്താറ് കെട്ടന്മ എന്ന ശ്രീനിവാസൻ എന്ന വലിയ വ്യക്തിത്വമാണ്. ആ കളമ്പാട്ടിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. അടുത്ത് ഇദ്ദേഹമാണ് കളമ്പാട്ടിൻ്റെ ആചാര്യൻ. അവർക്ക് ഇതിനടുത്ത സുരാസ് പേരൻ നമുക്കറിയാം ശില്പിയും ചിത്രകാരനുമായി ജനമനസ്സുകളിൽ ഉദ്ദേശനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏറ്റവും ജവഹർ കണ്ടാണ് ശരി. ഒരുപക്ഷെ മാക് എന്ന സംഗീത കൂട്ടായ്മയുടെ സർവസ്വമാണ് അത്തരമൊരു പ്രസ്ഥാനം. ഒരുപക്ഷെ ഏറ്റവും വ്യത്യസ്തമായി ഒട്ടനവധി കലാകാരന്മാർ എടപ്പോള വിശ്വനും അതുപോലുള്ള ഈ അനന്തപത്മനാഭ സാറൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിരയുമായി ഏകോപിച്ച് മേക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹം തന്നെ ഒട്ടനവധി നിരവധി പ്രതിഭാ കലാകാരന്മാരുമായ വന്നിട്ടുള്ളത് തന്നെ അതിലെ അമരക്കാരനായി ഒരുപക്ഷെ ഈ കൂട്ടായ്മയ്ക്ക് ധന്യത നൽകിയ കലാകാരനാണ് ജവഹർ കണ്ടാശ്ശേരി. മേക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വലിയ അമരക്കാരൻ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ സ്നേഹം ഏറ്റവും എല്ലാവരും കയ്യടിച്ചോളൂ നന്നായിട്ട്. സാറ് പറയുന്നത് അടുത്തതായി വി ബാലകൃഷ്ണൻ ഒരുപക്ഷെ തിരുവനന്തപുരത്തും ഗുരുവായൂരും എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും എല്ലാ പരിപാടികളിലും മുഖ്യ നിറസാന്നിധ്യമാണ്. നമുക്കറിയാം അദ്ദേഹം സാമുദായിക സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളോടൊപ്പം തന്നെ എല്ലാ ഭവനങ്ങളിലും നിത്യ സന്ദർശനം കൂടിയാണ്. ആ തരത്തിൽ മുഴുനീള പ്രവർത്തനത്തിന് മാതൃകയായി ഒരുപക്ഷെ തിരുവനന്തപുരം ക്ഷേത്രമായി വൈകാരികമായി അദ്ദേഹത്തിന് ആത്മബന്ധവുമുണ്ട്. അദ്ദേഹം എന്നും അവരുടെ ദീപാരാധന തൊഴുവാനൊക്കെ ഉള്ള
മുഖ്യസ്ഥാനം. അടുത്തത് താണിയിൽ ശിവൻ. നമുക്കറിയാം താണിയിൽ ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന വികാസത്തിന് മുഴുനീളം പ്രയാണത്തിൽ ഗുരുവായൂരിലെ വ്യാപാരിയായിരുന്നു. അതുപോലെ പടക്ക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വ്യക്തിത്വമാണ്. അതിലുപരി ആ താണിയിൽ ക്ഷേത്രം ഇന്ന് വിപുലമാക്കിയത് വികാസമാക്കിയിട്ടുള്ള സാരഥിയാണ് താണിയിൽ ശിവൻ. അടുത്തത് പി രാഘവണ്ണ. പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ഇപ്പോൾ തിരുവേങ്കടാചലപതി ക്ഷേത്രത്തിലും ഉദ്യോഗസ്ഥ തലത്തിൽ മാർഗനിർദ്ദേശം നൽകി. അദ്ദേഹം ഒരു പരിക്കിലാണ്. അദ്ദേഹം മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. ധീരമായ പ്രവർത്തനം നൽകി. അത് കഴിഞ്ഞതിന് ശേഷം വിരമിക്കുമ്പോഴാണ് ഇപ്പോൾ രാഘവേട്ടൻ ഞങ്ങളൊക്കെ വിളിക്കുന്ന തിരുവേങ്കടം ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥ തലമുറക്കാരനാണ് കൃപാൽപകമായ സാരഥ്യം നൽകുന്ന. അതോടൊപ്പം തന്നെ മുൻകാലം പാർത്ഥസാരഥി ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു പട്ടാളം ഒരു തികഞ്ഞ സൈനിക ഉദ്യോഗസ്ഥനും കർമ്മനിരതനുമാണ് മാതൃകയും. അടുത്തത് കൃഷ്ണനാട്ടം. നേരത്തെ ഇവിടെ ഗായക പ്രതിഭാവിലാസം തെളിയിച്ചിട്ടുള്ള കലാനിലയം ഹരിപ്രസാദാണ്. അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിൽ കൃഷ്ണനാട്ടത്തിൻ്റെ ഗീതവുമായി ഓരോ രംഗവുമൊക്കെ എത്രത്തോളം എൻ്റെ പാട്ടിലൂടെ കൃഷ്ണനാട്ടൻ്റെ ഗുരുവായൂരപ്പൻ്റെ ലീലകളും ഗുരുവായൂരപ്പൻ്റെ വർണ്ണനകളുമൊക്കെ ഉപയോഗിച്ച കലാകാരനാണ്. അടുത്തത് കൊമ്പ് വാദന വിറ്റ് പഴമ്പാലക്കോട് ശെൽവനൻ. ഇവിടെ മംഗലാപുരം മേളം ഉൾപ്പെടെ നിത്യസാന്നിയാണ് അദ്ദേഹം. ആ കൊമ്പുകലയിൽ അനുഗ്രഹീത കലാകാരനുമാണ്. ചെയർമാൻ്റെ അയൽവാസി കൂടിയാണ് ചെയർമാൻ. അടുത്തത് വിനു അകമ്പടിയാണ്. വിനോദ് കുമാർ അകമ്പടി. തബലവാദനം ഒരുപക്ഷെ തിരുവനന്തപുരത്തെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കോടതി നടപടികളൊക്കെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനുപരി ഈ സംഗീതത്തിനായി തബലവാദനവുമായൊക്കെ നിരവധി വേദികൾ ഒരുപക്ഷെ ജനകീയമായി താഴെ നിലയിൽ നമുക്കൊക്കെ എന്നും പ്രചോദനമായി നിരവധി പ്രജസ്തബലം പോലെയുള്ള തിരുവനന്തപുരം ക്ഷേത്ര സമിതികൾ അവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരൻ കൂടിയാണ് വിനോദകുമാർ. അടുത്തത് വെള്ളറക്കാട് ബാലകൃഷ്ണൻ. ചെണ്ട എങ്ങനെ കൃത്യമായി ഉണ്ടാക്കി കലാകാരന്മാർക്ക് നൽകാമെന്ന് അതോടൊപ്പം തന്നെ നിരവധി പ്രതിഭ കലാകാരന്മാരോടൊപ്പം ചെണ്ടവാദനവും നടത്തുന്ന വെള്ളറക്കാട് ബാലകൃഷ്ണൻ എന്ന അനുഗ്രഹീത കലാകാരനെ പോകുന്നു. അടുത്തത് ശശി കണ്ണത്ത്. അനുഷ്ഠാന പാന നമുക്കറിയാം. ഗുരുവായൂരിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പാന പൂജയുടെ വിദ്വാനായി അറിയപ്പെടുന്ന വാദ്യരംഗത്തും അദ്ദേഹം സഹകാരിയാണ്. ഇപ്പോൾ അതിലൊക്കെ ഉപരിയായി ഈ പ്രവർത്തന പ്രയാണങ്ങൾക്കൊക്കെ സാരഥ്യം നൽകുന്നു. രാമചന്ദ്രൻ രാജൻ എന്ന ആ അനുഗ്രഹീത കലാകാരൻ്റെ മകനാണ്. ഗോപി വെളിച്ചപ്പാടിൻ്റെ ചെറുമകനുമാണ് അദ്ദേഹം. സുരേഷ് ചിറ്റാർ കുറുക്കോടൽപ്പള്ളി. നമുക്കറിയാം ഗുരുവായൂരിലെ ഒട്ടുമിക്ക എല്ലാ വാദന രംഗത്തും അദ്ദേഹം ഉണ്ടാകും. ക്ഷേത്രങ്ങളിൽ കുറുക്കോടൽ പ്രതിഭയായ സുരേഷ് ചിറ്റാർ സേതു പോലുള്ള വലിയ കലാകാരന്മാരുടെ പരമ്പരയുടെ അനുജനാണ് അദ്ദേഹം. പ്രദീപ് നടികൾ അവർ മറ്റൊരു ഉപകാരം വാങ്ങണം. നേരെ കല്ലൂർ ബാബു വരും വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ പ്രദീപിൻ്റെ മാതാവ് അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടിയെടുത്ത് ഇലക്കാള വിദ്വാനായി ഗുരുവായൂരപ്പൻ്റെ ദാസനായി എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പ്രവർത്തിക്കുകയും നിപുണനായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് പ്രദീപ് നടികൾ. അദ്ദേഹത്തിൻ്റെ മാതാവാണ് നമ്മുടെ ഉപകാരം വന്നത്. പാലിയേറ്റീവ് പ്രസ്ഥാനം അതേപോലെ തന്നെ സാമുദായിക സാംസ്കാരിക മേഖലകളിലൊക്കെ മാധ്യമരംഗത്തോടൊപ്പം തന്നെ ഗുരുവായൂർ നിറവേറ്റുന്നതാണ് അനിൽ കല്ലാറ്റ്. അദ്ദേഹത്തെ ഏറ്റവും സെക്രട്ടറി.
ടി ചന്ദ്രശേഖർ സാഹിത്യ മേഖലയ്ക്ക് ഒരുപക്ഷെ ഒരു തിരുവനന്തപുരത്തുകാരനായ അദ്ദേഹം ഇപ്പോൾ തെക്കോട്ട് തൃശ്ശൂരായിരുന്നു. നിരവധി യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ സാഹിത്യ മേഖലയിൽ ഒരു പ്രചോദനമായ കലാകാരനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനമുണ്ട്. സെയിൽ ടാക്സിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ സാഹിത്യ മേഖലയിലെ പ്രതിഭാവിലാസം. അടുത്തത് മുരളി മനയത്ത് പാനയുമായി ഗോപി വെളിച്ചപ്പാടിനും പരികർമ്മങ്ങൾക്കുമൊക്കെ എന്നും തുണയായിട്ടുള്ള ഒരു നമ്മൾക്കൊക്കെ എപ്പോഴും മനസ്സാക്കിയിരിക്കുന്ന കലാകാരനാണ്. അടുത്തത് ചെണ്ട വാദ പ്രതിഭയാണ് അഞ്ഞൂർ മോഹൻ. തന്നിൽ അർപ്പിച്ച ആ കലയുടെ ചായത്വം അതിൽ തോന്നി ആ പ്രവർത്തനവുമായി മുഴുകി മുന്നോട്ട് പോകുന്ന കലാകാരനാണ്. അടുത്തത് ഓട്ടംതുള്ള കലയുമായി ഒരുപക്ഷെ ഈ പരിസര ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ ധ്വനി നമുക്ക് വേണ്ടി പകർന്നു നൽകിയിട്ടുള്ള കലാമണ്ഡലം ബീജ സതീഷാണ്. ഗോപി വെളിച്ചപ്പാടിൽ നേരത്തെ പറഞ്ഞ പോലെ ഗോപി വെളിച്ചപ്പാടിൻ്റെ ചെറുമകൻ്റെ ഭാര്യ കൂടിയാണ് അവർ. കലാമണ്ഡലം പ്രീത ഓട്ടംതുള്ള അനുഗ്രഹീത കലാവേദിയാണ്. അടുത്തത് നൃത്ത കലാസ്. നമുക്കറിയാം നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂരിൻ്റെ നെറുകെ അവർ ഇരിങ്ങപ്പുറം പരിസരത്താണ് കലാക്ഷേത്രയുമായി ഹിന്ദു വിനോദം നൃത്തത്തിന് പുതിയ മാനങ്ങൾ നിരവധി പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു ഉന്നത കലാകാരിയാണ്. നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരുപക്ഷെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ നേതാവുകളിൽ ഒരാളാണ്. ഹിന്ദു ഇനി പ്രേമ വിഷൻ. നമുക്കറിയാം തിരുവേങ്കടാചലം ക്ഷേത്ര സമിതിയുടെ മാതൃസമിതി പ്രവർത്തനത്തോടൊപ്പം തന്നെ യോഗ പോലുള്ള സംഗീതം പോലുള്ള അവരുടെയൊക്കെ ഒരുപക്ഷെ രാഷ്ട്ര നന്മയ്ക്കായി പാഴൂർ വേണു എന്ന അവരുടെ കുടുംബാംഗത്തിൻ്റെ സഹോദരി കൂടിയാണ്. വേണുഗോപാൽ പാഴൂരിൻ്റെ സഹോദരി കൂടിയാണ് പ്രേമ വിശ്വനാഥൻ. യോഗ പോലുള്ള കല്ലൂർ ബാബുവിൻ്റെ പുരസ്കാര ഭാരവാണ് വരുമോ? അപ്പം നമുക്ക് പിന്നോട്ടാണ് ഇന്നലെ ആന വരെ അതിനു മുമ്പ് തിടുമ്പോൾ അങ്ങനെ മാതൃഭൂമി ഞങ്ങളുടെ ഈ പരിപാടിയുടെ മുഖ്യ ചാലക ശക്തി അദ്ദേഹമാണ്. ഇതിൻ്റെ ഒരുപക്ഷെ ജനേട്ടം കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന നമ്മളോടൊപ്പം പങ്കുചേരുന്ന വലിയ വ്യക്തിത്വമാണ്. എല്ലാവരും അത് കൈയ്യടിച്ചോ. ഇനി ആനവര അപ്പം 4ാമത്തെ തവണയാണ്. ഒരുപക്ഷെ ഇത് സംഭവമാക്കി നമുക്ക് ഇന്ന് മാതൃഭൂമി കണ്ടാൽ അറിയാം. അതിന് നേതൃത്വം നൽകും. ഇനി സുരേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. DK പ്രകാശൻ അവരോട് സംസാരിക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട അപ്പോൾ ഒരു ചികിത്സാ ധനസഹായം അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹം ഒഴിച്ചില്ലെന്നാണ് പ്രകാശാജി. അപ്പോൾ ആ സ്നേഹം പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹം. എന്തായാലും അവരുടെ കുടുംബം ഒരു സംസാരിക്കുന്നുണ്ട്. ഇതാണ് കൊടുത്തിട്ട് ചികിത്സാ ധനസഹായം. ചോളു സുനിലാണ് വാദ്യകലാകാരനാണ്. വാങ്ങുന്നത് ആ കുടുംബത്തിന് ഒരു പ്രിയങ്കരിയായ കുട്ടിയാണ്. ഒരു വലിയ കലാകാരൻ്റെ ഒരു വലിയ വേദന പങ്കുവയ്ക്കുന്നത് നമുക്ക് പറ്റാവുന്ന. എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയങ്കനായ ACP സ്നേഹപൂർവ്വം സംസാരിക്കാനായി ഈ വേളയുടെ സ്നേഹം പങ്കുവയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, തിരുവേങ്കടം പാനയോഗത്തിൻ്റെ രജത ജൂബിലി വാർഷികമാണ്. ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും പ്രിയങ്കനായ
ഗോപി വെളിച്ചപ്പാടിൻ്റെ അനുസ്മരണ ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഭംഗിയായി പുരസ്കാര വിതരണം നടന്നു, പ്രതിഭാതര സമർപ്പണം നടന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ രുക്മിണിയുടെ ഒരു ഫംഗ്ഷൻ വരുന്നത്. പണ്ട് എനിക്ക് റഹ്മാൻ തിരുനെല്ലൂരിൻ്റെ പുസ്തക പ്രകാശനത്തിന് വന്നാണ് ഞാൻ പോകുന്നതായിട്ട് പോകുന്നത്. അതിനുശേഷം വരുന്നൊരു ചടങ്ങാണ്. ഇവിടെ വരുമ്പോൾ തന്നെ വളരെ സന്തോഷം, ആകെ നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയാണ്, സദസ്സാണ്. ഇപ്പം എന്തിനേലും ഈ പാനയോഗത്തിന് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പുരസ്കാര സമർപ്പണം ഉൾപ്പെടെയുള്ള അനുസ്മരണ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകർക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു നന്ദി പറയുകയാണ്. കാരണം ഒരു ഇപ്പം വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. വെളിച്ചമുള്ളവൻ, വെളിപാട് നടത്തുന്നവൻ, വെളിപാടുകളുള്ളവൻ എന്നൊക്കെയുള്ള ഒട്ടേറെ അർത്ഥങ്ങളുള്ള ഒരു നാടിൻ്റെ സ്പന്ദനമാണ്. പഴയ കാലത്തൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ വളരെ ആദരവോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഭയങ്കര ഒരു മാന്ത്രികതയാണ് അദ്ദേഹത്തിന് ഓരോ വെളിച്ചപ്പാടുമാർക്കുള്ളത്. വെങ്കിടങ്ങ് എന്ന് പറയുന്ന സ്ഥലം, വെങ്കിടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ പാവർട്ടി ലിമിറ്റിലാണ്. അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് 7-8 കിലോമീറ്റർ ഉണ്ട്. അവിടേക്കൊക്കെ വെളിച്ചപ്പാടുമാരും ചെണ്ടൊക്കെ ആയിട്ടുള്ള ആളുകൾ വരുന്നതൊക്കെ അന്നൊരു ആഘോഷമാണ്. വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു നാടിൻ്റെ ആചാരത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും ഒക്കെ ഒരു അനുരണനങ്ങളാണ് ഈ ആ ചടങ്ങ് പോലെ ഉണ്ടാകുന്നത്. വേദിയിലെ അധ്യക്ഷൻ ഉൾപ്പെടെ ബഹുമാന്യരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരു നാടിൻ്റെ മുഴുവൻ സ്പന്ദനവും നാടിൻ്റെ മുഴുവൻ പ്രചോദനവും ആത്മീയ ചൈതന്യവുമായ ഗോപി വെളിച്ചപ്പാട് എന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമസ്കരിക്കുന്നു. കൂടാതെ തിരുവങ്കിടം പാലയോഗം ഇതിൻ്റെ 25ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഏറ്റവും ചെറുപ്പത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അത് വളരെ ഭംഗിയായി 25ാം വാർഷികത്തിൽ ആദരിക്കേണ്ടവരെയൊക്കെ ആദരിച്ച് വളരെ ഭംഗിയായി നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗോപി വെളിച്ചപ്പാടിൻ്റെ മക്കളോടും ശിഷ്യന്മാരോടും ഈ നാടിൻ്റെ നല്ലവരായ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന അതിൻ്റെ എല്ലാ പ്രവർത്തകരും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത്തരം ഒരു സജ്ജന സദസ്സ് നിറഞ്ഞ, അതായത് മേളവിദ്വാന്മാരെ, നാടിൻ്റെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാവരും നിറഞ്ഞ ഈ സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എന്നെ വിളിച്ചതിലുള്ള നന്ദിയും കൂടി അറിയിച്ച് അധ്യക്ഷതയിലിരിക്കുന്ന മഹത്വ്യക്തികൾ, വേദിയിലിരിക്കുന്ന സജ്ജനങ്ങൾ, തിരുവനന്തപുരം ക്ഷേത്രത്തിലെ ഗോമരമായി പ്രവർത്തിച്ചിരുന്ന ഗോപി വെളിച്ചപ്പാടിൻ്റെ 25ാം സ്മരണ ദിനത്തിൽ ഇവിടെ പുരസ്കാരം നേടിയ എല്ലാവർക്കും, തിരഞ്ഞെടുത്ത കമ്മിറ്റിക്ക് എല്ലാവർക്കും തിരുവനന്തപുരം ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത് രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദരവ് ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഗോപി വെളിച്ചപ്പാടുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്തിലെ കൗണ്ടറിൽ ജോലിക്കാരനായി പ്രവർത്തിക്കുമ്പോൾ വെളിച്ചപ്പാടുമായിട്ട് വളരെയേറെ തുറന്ന് സംസാരിക്കാൻ കിട്ടിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം മക്കളെ വളർത്തിയത്. ആ മക്കൾ ഇത്തരത്തിൽ അതൊരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ പുരസ്കാര മറുപടി പ്രസംഗം ബാബുവിന് ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ വേണം. അല്ലാതെ മകൻ, കൊച്ചുമകനാണ്, വരാൻ നേരം വയ്ക്കുന്നു. ഒറ്റപ്പാലത്ത് അവരിതേപോലെ ഒരു പുരസ്കാരമാണ്. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ബാബുവിനെ പഠിക്കണ കലാകാരനായി മാറിയിരിക്കണം അവർ. അപ്പോൾ നമ്മുടെ വീണ വിദ്വാൻ നമുക്കൊക്കെ പ്രിയങ്കരനായ അനന്തവർദ്ധന സാർ അത് നൽകും. കല്ലൂർ ബാബു കല്ലൂർ ഉണ്ണീസിൻ്റെ അനുജൻ്റെ മകനാണ്. ഒട്ടനവധി നികടമായ വേദികൾ
ഗുരുവായൂർ ഉൾപ്പെടെ നടക്കുന്ന അനുദിനം നടക്കുന്ന ഇപ്പോൾ ഒരു അവാർഡ് കഴിഞ്ഞ് പോയിരുന്ന പ്രദീപും അവരും കണ്ണൂർ ദേശീയ ഉൾപ്പെടെയുള്ള ഒറ്റപ്പാലത്ത് വേറെ ഒരു പുരസ്കാരം. ഈ ഗോപി വെളിച്ചപ്പാടിൻ്റെ അവാർഡ് എനിക്ക് പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകിച്ച് ഈ പാന കമ്മിറ്റിയോട് എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയ മിത്രം, നമ്മുടെ ദേശത്തിൻ്റെ സാരഥ്യമായ ശ്രീ ജോയിദാസ് വേദിയിലും സദസ്സിലും എല്ലാവർക്കും വലിയ നമസ്കാരം. എല്ലാവരും വളരെ ദശപ്പോടുകൂടിയാണ് മനസ്സിലായി. ഒരു പ്രസംഗത്തിനൊരു സാധ്യതയില്ലാത്തതുകൊണ്ട് എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതൊരു കലാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണ അധികാരവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശവും തിരുവനന്തപുരത്ത് ഗോപി വെളിച്ചപ്പാടിനാണ്. തിരുവനന്തപുരം പാട്ടുപന്തലിൽ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക കലാകാരന്മാരും പാട്ടുപന്തലിലൂടെ ഉത്ഭവം കൊണ്ടവരാണ്. അവിടെ ഗീതം, വാദ്യം, നൃത്തം, നമ്മളത് പറയുന്ന ദൈവത്തിരിക്കുന്ന സങ്കല്പം, അതിലൂടെയാണ് അവിടെ കല വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കലാമൂല്യമുള്ള, കലാബോധമുള്ള ഒരുപാട് വ്യക്തികൾ തിരുവനന്തപുരത്ത് ജനിച്ചുവന്നിട്ടുണ്ട്. ലോകത്തിലേക്ക് പകർന്നു നൽകിയ വ്യക്തിത്വമാണ്. നമ്മുടെ ചെറിയ ഉപഹാരം വാങ്ങാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തെ സ്നേഹം പറയാൻ ശ്രമിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഗോപി വെളിച്ചപ്പാടിൻ്റെ മകൻ്റെ പേരിലുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ സന്തോഷവും കൃതാർത്ഥതയും സംഘാടകരെ അറിയിക്കുന്നു. ഞാനിവിടെ വന്ന് ഗോപി വെളിച്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ ഗോപി വെളിച്ചപ്പാട് എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അന്ന് കുട്ടിക്കാലത്തൊക്കെ ഞാൻ തിരുവേങ്കിടത്ത് സ്ഥിരം സന്ദർശകനായിരുന്നു. എറണാകുളത്തിൽ പഠിക്കുന്ന കാലത്ത് രാജേട്ടൻ്റെ ഒപ്പം നിരവധി തവണ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവിടെ കഴിഞ്ഞിരുന്നത് വളരെ സുന്ദരമായ ഒരു കാലമായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ പാനയോഗത്തിൻ്റെ 25ാം വാർഷികം നമുക്ക് പറയുമ്പോൾ പാന കണ്ടിട്ടുള്ളത് അന്ന് പാനയാണോ എന്നൊന്നും എനിക്ക് അറിയാത്തൊരു കാലമായിരുന്നു. തിരുവനന്തപുരത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് അത് കണ്ടിട്ടുള്ളത്. നിലത്ത് ചെണ്ട തിരിച്ചു വെച്ച് പൊട്ടുന്നത് അന്ന് പാനയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. ഇക്കാലത്ത് ഇദ്ദേഹം ധാരാളം അവസരങ്ങൾ, പൊട്ടാനുള്ള അവസരങ്ങൾ ഈ ഗുരുവായൂരത്തിൻ്റെ ഗുരുവായൂർ പരിസരത്തൊക്കെ ആയിട്ട് നിരവധി തവണ തായമ്പയും രാജേട്ടൻ്റെ ഒപ്പം തായമ്പ കൊട്ടാനും കഥകളിക്ക് കൊട്ടാനും നിരവധി തവണ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജേട്ടനും എന്നെ ഉത്സാഹിപ്പിച്ച് കുട്ടിയ ഒരു കാലം ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ തിരുവനന്തപുരം പാനയോഗത്തിൻ്റെ പുരസ്കാരം എനിക്ക് ഏറെ സന്തോഷിക്കുന്നു. അതിലേറെ പറയാനുള്ളത് എൻ്റെ ഗുരുനാഥൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. അതെനിക്ക് വലിയൊരു വേദിയിൽ കിട്ടിയേറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സംഗീത കൂട്ടായ്മയുടെ സാരഥ്യം ചെയ്യുന്ന ആളാണ്. ഒരു 2 പതിറ്റാണ്ടോളമായി മ്യൂസിക് ആർട്ടിസ്റ്റ്
എന്നൊരു സംഘടന ഇവിടെ അടുത്ത് കർണാടക സ്റ്റേറ്റിൽ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് സംഘടന കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ കേരളത്തിലെ ഒരുവിധം നല്ല ആർട്ടിസ്റ്റുകളുള്ള സംഗീത ഫീൽഡിലുള്ള ഒരുവിധം നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ എത്താറുണ്ട്. ഞങ്ങളൊരു 65ഓളം മെമ്പർമാരുണ്ട് ഈ സംഘടനയിൽ. അത് പല പാട്ടുകാരായും വാദ്യ കലാകാരന്മാരും കേരളത്തിലെ ടോപ്പ് ആൾക്കാർ. ഇതിൻ്റെ ഭാരവാഹികളായ കൃഷ്ണൻ സച്ചിവാഹനത്തിൽ അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂർ പ്രകാശ് ശ്രീ ബാലൻ വാർണത്തിൽ നമുക്കറിയാം 25 വർഷത്തോളം എണ്ണയിട്ട പോയി ഈ പ്രസ്ഥാനത്തിൽ നയിക്കുകയില്ല. ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ വേരുറപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ സാഹിത്യ മേഖലയിൽ ഉള്ള സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് എന്നിൽ നിന്ന് അറിയിക്കപ്പെടുന്നത്. സുരാസ്കാരം പാന തെരുവുകൾ എന്ന ഈ സംഘടനയുടെ ഒരുപാട് കലാകാരന്മാരെ ആദരിച്ച് എന്നെ ഉൾപ്പെടുത്തിയത് വളരെ സന്തോഷം. കാരണം ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് ഒരുപാട് പ്രോത്സാഹനമുള്ള ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യം. പിന്നെ അതെല്ലാം ഒരുപാട് വിശിഷ്ട വ്യക്തികളെ കാണാൻ പറ്റും. അതുപോലുള്ള ആരാധ്യരായ എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തീർച്ചയായിട്ടും എൻ്റെ കലാജീവിതത്തിലെ വളരെ വലിയ ഒരു അംഗീകാരമായിട്ട് ഈ ഒരു കിട്ടിയ അംഗീകാരത്തെ കാണുന്നു. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ ഒരു പരിപൂർണമായ സാന്നിധ്യമുള്ള ഈ ഒരു വേദിയിലെ അംഗീകാരം തീർച്ചയായിട്ടും വളരെ മഹത്തരമാണ്. കലാജീവിതത്തിലെ വളരെ വലിയ ഒരു ശ്രേഷ്ഠമായ അംഗീകാരമായിട്ട് കാണുന്നു. നിരവധി കലാകാരന്മാരുടെ സദസ്സിൽ വെച്ചിട്ട് നാദസ്വര മേഖലയിൽ നിന്ന് പ്രതിഭ പുരസ്കാരം നാദസ്വരശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സമിതി, പ്രിയ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ കല്ലൂർ, ബാലേട്ടൻ വാർനാട്ട്, കൂടാതെ മറ്റെല്ലാ ജയപ്രകാശൻ എല്ലാ വ്യക്തികളോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ 3 വർഷം മുൻപ് വാദ്യകലാ പ്രതിഭ ശ്രീ കല്ലൂർ ശങ്കരേട്ടൻ അവരുടെ പേരുള്ള പുരസ്കാരം ഈ വേദിയിൽ വെച്ച് എൻ്റെ അച്ഛന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു വേദിയിൽ തന്നെ എനിക്കും ഇങ്ങനൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ച അവസരത്തിൽ എല്ലാവരോടും ഇതിൻ്റെ തിരുവനന്തപുരം പാനയോഗ ഗോപി വെളിച്ചപ്പാട് പാനയോഗ പുരസ്കാര കമ്മിറ്റി ഭാരവാഹികളെല്ലാം തന്നെ ഒരിക്കൽ കൂടി അകമഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെ നന്ദി പറയേണ്ടത് പറ്റി അറിയുന്നില്ല. കാര്യം ഒരു ഔപചാരികതയിൽ നന്ദി പറയണം. പാനയോഗത്തിൻ്റെ 25ാം വർഷം, അതായത് ഗുരുവെളിച്ചപ്പാടനുസ്മരണ പുരസ്കാരം എല്ലാം അത് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യ സഹകരണം കൊണ്ട് വളരെ നിങ്ങളൊക്കെ പാനയോഗം വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് പ്രവർത്തനീയമായി നടത്താൻ സാധിച്ചു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ആരാധനായ സാർ, അതേപോലെ ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ ആരാധനായ PC ഗോപിനാഥ്, ആരാധനായ ബ്രഹ്മശ്രീ ചേരാസ്തികൃഷ്ണൻ പുതിരിപ്പാട്, ദീപപ്രചരണവും പതിപ്പുകൾക്കും മറ്റ് എല്ലാ വാഗ്ദാനങ്ങൾക്കും ഗുരുവായൂരിൻ്റെ പ്രിയപ്പെട്ട റെസ്പെക്ടഡായ സുരേന്ദ്ര സഹേസിച്ചു. ഇന്നത്തെ വിവിധ പുരസ്കാര ജേതാക്കളായ കല്ലൂർ രാമകൃഷ്ണൻ, ജ്യോതിദാസ്, പ്രിയപ്പെട്ട രൂപനാമക്കും മറ്റ്
25 തിരുവാതിര ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ, അതുപോലെ ഇന്ന് ആരംഭ പരിപാടിയായ മേളപ്പുറം അവതരിപ്പിച്ച ശ്രീ കോട്ടത്തിൽ നെടുമ്പള്ളി രാമോഹൻ, സർവശ്രീകലാമണ്ഡലം മാവി കൃഷ്ണദാസേട്ടൻ, കോട്ടത്തിൽ പ്രസാദേട്ടൻ, നടത്തിയ ശ്രീ സർവശ്രീ കോട്ടത്തിൽ രവിയേട്ടൻ, ശ്രീ സദനം ഭരതരാജൻ, ശ്രീ ഗുരുവായൂർ ജ്യോതിദാസ്, കൃഷ്ണറാം ജ്യോതിദാസ്, അതുപോലെ ഇന്നത്തെ ഇന്ന് ചികിത്സാ സഹായ പ്രകാശ് ജാമ്യം ആശംസ വാർഡ് കൗൺസിലർ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ പ്രിയപ്പെട്ട ശോഭ ഹരിനാരായണം, തിരുവനന്തപുരം ക്ഷേത്രത്തിൻ്റെ ആരാധന സെക്രട്ടറി സെക്രട്ടറിയായിട്ടുണ്ടോ ദൈവേട്ടൻ, ഇങ്ങനെ എല്ലാ ഗുരുവായൂരിൻ്റെ മഞ്ജുനാഥനായിട്ടുണ്ട്, അതുപോലെ പലപ്പോഴും ദിനവാർത്ത എന്തായാലും ഗുരുവായൂരിൻ്റെ കാമരക്കാരനായ പ്രിയപ്പെട്ട ദൈവേട്ടൻ, അങ്ങനെ എല്ലാവരും ഇന്ന് ഈ 25 വർഷവും പാനയോഗത്തിൽ ഞങ്ങളെല്ലാം കൂടെ ഒപ്പം തന്നെ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായി ഗംഭീരമാക്കി തീർക്കാൻ സഹായിച്ച എൻ്റെ സഹപ്രവർത്തകർ, ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ സ്ഥലങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അതുപോലെ എൻ്റെ സഹപാഠികൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പാനയോഗത്തിൻ്റെയും യൂണിവേഴ്സിപ്പാട് വിഭാഗങ്ങളുടെ എല്ലാവരുടെ പേരിലും അതമഴിഞ്ഞ നിസ്സീമമായ നന്ദി ഈ വേളയിൽ അറിയിച്ചുകൊണ്ട് യോഗാധ്യക്ഷൻ്റെ അനുമതിയോടെ ഈ സമ്മേളനം ഇന്നോടെ പര്യവസാനിക്കുകയാണ്. ഇനി ബാക്കി എല്ലാവരും പോയിട്ട് കൊണ്ടുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരും താഴത്തുള്ള കഴിച്ചുകൊണ്ട് നമ്മൾ ഉച്ചഭക്ഷണം എല്ലാവരും കൂടി സന്തോഷമായി കഴിച്ച് എല്ലാവർക്കും കൂടി നന്ദി നമസ്കാരം. സദ്യയാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. എവിടെല്ലാം കഴിഞ്ഞു. അവസാനം ഒരു സ്നേഹവിധമായിട്ടുള്ള ഭക്ഷണമാണ് അതാണിത്. സദ്യ നമുക്ക് കഴിക്കാം. ഓണത്തിന് മുൻപ് ഓണസദ്യ കഴിച്ചു എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഓണത്തിൻ്റെ സദ്യ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ എന്താ പറയാം, ഫുഡാണ് കൊടുത്തത്. 2 തരം പപ്പടം, 2 തരം പായസം, എന്താ പറയണമെന്ന് അറിയില്ല. ഇങ്ങനെ ഫുഡാണ് ഫുഡല്ലേ. 10 തരം കറിയാണ്. 10 തരം കറി, അച്ചാറ്, പുളിയിഞ്ചി, അങ്ങനെ അങ്ങനെ എന്താണ് പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറെ അതിന് വരാണ്ട് അങ്ങനെ എല്ലാത്ത ഫുഡിലാണ്. അത് നമുക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഇപ്പൊ നമ്മോട് ഉള്ളത് ഗുരുവായൂർ ജയപ്രകാശ് ആശാനാണ്, എൻ്റെ ആശാൻ. അപ്പോ ആശാൻ ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു അല്ലേ? അത് ഞാനല്ലല്ലോ പറയുന്നത്, നിങ്ങളെ കണ്ടവരും സാക്ഷികളും എല്ലാവരും പറയണം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ അതിന്റെ ഒരു ആള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണത് ശരിയല്ല. കണ്ടവര് പറയട്ടെ. ഗംഭീരായി എല്ലാവരും പറയണു. കുറെ ആൾക്കാർ വന്ന അഭിപ്രായം പറഞ്ഞ എല്ലാം ഗംഭീരായി. എല്ലാ പരിപാടി ആശാന്റെ അച്ഛന്റെ പേരിൽ നടക്കുന്ന ഗോപി വെളിച്ചപ്പാട് അനുസ്മരണ പ്രോഗ്രാം ആണല്ലോ നടന്നുണ്ടായിരുന്നത്. അത് 25ാമത്തെ വർഷമാണ് ഇപ്പൊ അല്ലേ? 25ാമത്. അച്ഛൻ മരിച്ചിട്ട് 25ാം വർഷമാണ്. അച്ഛൻ മരിച്ചിട്ട് ആ വർഷത്തിന്റെ അവസാനം തന്നെ തുടങ്ങിയതാണ്. ആദ്യം ഞങ്ങൾ കുടുംബാംഗങ്ങളും പിന്നെ അച്ഛന്റെ ശിഷ്യന്മാരും അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടി വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അവരുടെ ആത്മാവിന്റെയും അതേപോലെ ഗുരുവായൂരപ്പന്റെയും തിരുവനന്തപുരത്തെ അനുഗ്രഹം കൊണ്ട് ഓരോ വർഷം കഴിയുന്നവർ ഇങ്ങനെ വലുതായി വരുന്നത്. ഗംഭീരായി അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. എല്ലാ വർഷവും ആൾക്കാരുണ്ടാവാറുണ്ട്. ഓരോ കൊല്ലം കൂടുക. പിന്നെ എന്താ വെച്ചാൽ ഇപ്രാവശ്യം 25ാം വാർഷികം എന്ന് പറയുമ്പോ അതിനൊരു വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും പുതിയ പുതിയ ആൾക്കാർക്ക് പുരസ്കാരങ്ങൾ അല്ലെ? അത് ഏത് മേഖല അങ്ങനെയൊന്നുമില്ല. അതിപ്പോ എന്താ സംഭവിച്ചാല് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം
ഇഷ്ടം പോലെ സംഘടനകളാണ്. പെട്ടെന്ന് പൊട്ടിമുളയ്ക്കണ സംഘടനകളാണ്. 4 ആള് കൂടി ഒരു സംഘടനയായിട്ട് രൂപം കൊടുക്കും. പക്ഷെ അതേപോലെ അത് 1-2 വർഷം പരിപാടി കഴിഞ്ഞാൽ നിന്നുപോയ ആ ചരിത്രമാണ് ഗുരുവായൂരുള്ളത്. എല്ലാ സംഘടനകളും അങ്ങനെ നിന്നുപോയി എന്നല്ല പറയണത്, എന്നാലും മിക്കവാറും. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരു ഞങ്ങളൊരു 4-5 പേര്, അച്ഛന്റെ മെയിൻ ശിഷ്യന്മാർ ഗുരുവായൂർ ശിവരാമേട്ടൻ, അങ്ങനെ ഇന്ദാശ, അച്ഛന്റെ ശിഷ്യൻ ഇന്ദാശ. അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ ഗുരുവായൂർ ബാലേട്ടൻ, അതേപോലെ ബാലമാരനാട്ടൻ ശിഷ്യൻ, അങ്ങനെ 4-5 പേര്, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് തുടങ്ങി വെച്ചതാണ്. അതിപ്പോ 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ 25 വർഷം പിന്നിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ വേറെ ഒരു സംഘടനകളും ഗവൺമെന്റിന്റെ അധീന അക്കാദമിയുടെ അണ്ടറിലുള്ള സംഘടനകളൊക്കെ നിലനിന്നു പോകുന്നുണ്ട്. വെറും ഇതിപ്പോ പ്രൈവറ്റ് ആണ്. ഞങ്ങൾ 4-5 ആള് കുടുംബക്കാരും പിന്നെ അച്ഛനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, അതേപോലെ 4-5 പേര് കൂടിയിട്ടാണ് നടത്തുന്നത്. ഇത്രയും ബഡ്ജറ്റിലൊക്കെ നടത്താൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25ാമത്തെ വർഷത്തിൽ വന്ന നല്ല ചാരിതാർത്ഥ്യമുണ്ട്. കാരണം നടത്താൻ പറ്റി. തിരിഞ്ഞു നോക്കുമ്പോൾ 25 വർഷത്തിലെത്തി നിൽക്കുന്ന ഭയങ്കര എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. സ്ഥിരം വരുന്ന ആൾക്കാർ, നമ്മൾ എന്ത് പരിപാടി എടുത്താലും അത് ആ സ്റ്റേജ്, ആ ഹോള് നിറയെ ആൾക്കാർ വരുന്നത് ഞങ്ങളേനെയും അതേപോലെ അച്ഛനെയും ആൾക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ഇന്നൊക്കെ പരിപാടി ഫസ്റ്റ് പരിപാടി 9:30 നമ്മൾ മേളപ്പദം തുടങ്ങി നന്ദി പറയാം. ഭക്ഷണത്തിന് ലഞ്ചിന്റെ സമയം വരെ എല്ലാവരും ഹോള് ഫുള്ള് നിറച്ച ആൾക്കാർ ഇരുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം. ചില സംഘടനകളിലൊക്കെ ആൾക്കാര് ഓഡിയൻസ് ഉണ്ടാവില്ല. ഇതിപ്പോ പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാരായാലും പ്രസംഗിക്കുന്ന ആൾക്കാരായാലും അവർക്ക് നിർത്താൻ തോന്നുന്നില്ല. അത്രയും നിറച്ച ഓഡിയൻസ് ആണ്. അത് ഒരു വലിയ സഹകരണം. ശരിയാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് അത് ഈ 25 വർഷം അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. ഇനി ഈ അടുത്ത വർഷം ഇതിലും അടിപൊളിയായിട്ട് ഗംഭീരമായി അത് ആഘോഷിക്കാൻ സാധിക്കട്ടെ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കും വരണല്ലോ. ആദ്യമൊക്കെ അച്ഛന്റെ ഗോപി വെളിച്ചപ്പാട് പുരസ്കാരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഞങ്ങളിങ്ങനെ നടത്തി വരുമ്പോൾ അച്ഛന്റെ സഹപ്രവർത്തകർ, അച്ഛനെക്കാട്ടും പ്രായം കൂടുതലുള്ള ആൾക്കാർ ഉണ്ടായിരുന്ന ഒരു പൂജാക്കാരൻ ചങ്കത്ത് ബാലനാരി പറഞ്ഞ്, ഞാനൊന്നും ശരിക്കും അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലാണ് കണ്ടുള്ളത്. ആനപൂജ ചെയ്യണമെന്ന് കണ്ടിട്ടില്ല. ശരിക്കും അച്ഛനെക്കാട്ടും വയസ്സ് കൂടുതലാണ്. പക്ഷെ അച്ഛനാണ് നേർന്നത്. അദ്ദേഹത്തിന്റെ പുരസ്കാരം നടത്താൻ വന്നു. പിന്നെ ഈ ഞങ്ങളുടെ ഓർമ്മയിൽ പൂജ നടത്തിയത് ദേശപ്പാനയുടെ പൂജാരത്തിന്റെ ഏട്ടൻ. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഏടവന മുരളീധരൻ, അദ്ദേഹത്തിന്റെ പുരസ്കാരം. അതേപോലെ ഇപ്പൊ ഞങ്ങളുടെ കൂടെയൊക്കെ എന്റെ ആശാൻ ഗുരുവായൂർ ശിവരാമേട്ടനും, അതേപോലെ ഞങ്ങളുടെ കൂടെയൊക്കെ സഹപ്രവർത്തനമായിട്ട് കല്ലൂഷങ്കൻ ഗുരുവായൂർ മാതൃഭൂമിയിലായ പിതാവാണ് അദ്ദേഹം. അവര് പറഞ്ഞു അവരുടെ പിതാവിന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൂടെ വാക്കണ കൃഷ്ണാടത്തിലെ ആശാൻ അകമ്പടി, ഈ അകമ്പടി രാധാകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ആളും പഴയ ഇന്ത്യക്ക് ഓർമ്മയിലല്ല കേട്ടോ. ഞാനൊക്കെ ഓർമ്മക്കനായിട്ട് മുമ്പ് പഴയ പാനയും പൂജയൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ പേരില് മെമ്മോറിയലായിട്ട് ഓരോ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടേതായ ആൾക്കാർ വരും. അപ്പൊ എല്ലാം കൊണ്ടും അത് ഭയങ്കര ഒരു വേദിയിൽ നമുക്ക് ഒറ്റയടിക്ക് 5 പേരെ ആദരിക്കപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ അവരുടെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും ഇതിനുണ്ട്. പിന്നെ ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരണു. അവരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവിധ സഹകരണവും തരുന്നു. വലിയ കാര്യം തന്നെയാണ്. അതെന്താ വെച്ചാൽ ഏറ്റവും വലിയ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിപാടി തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നവരെ ആരും എണീച്ചു പോവാണ്ട് അവിടെ ഇരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മുടെ വിജയം. നമ്മുടെ വിജയം എന്ന് പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ആത്മാവിന്റെ അനുഗ്രഹം, പിന്നെ ഗുരുവായൂരപ്പന്റെയും തിരുവേങ്കടത്തമ്മയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.